മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് എല്ലാ ഹൈ റിസ്ക് കേസും മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും സങ്കടകരമായി തോന്നിയത് പ്രഗ്നൻസിയിൽ മഞ്ഞപ്പിത്തം വരുന്ന കേസസ് ആണ്. ബിലിറൂബിന്റെ അളവ് കൂടിയിട്ട് ലിവർ ഫെയിലിയർ ആയിട്ട് കുട്ടി വയറ്റിനുള്ളിൽ മരിക്കുകയും കുട്ടീനെ ഡെലിവർ ആവുന്ന സമയത്ത് അമ്മയ്ക്ക് ഒരുപാട് രക്തസ്രാവം വന്നിട്ട് അമ്മ മരിക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതിൽ പല കാരണങ്ങൾ കൊണ്ടും മഞ്ഞപ്പിത്തം ഉണ്ടാവും. അതിൽ ഏറ്റവും അവോയ്ഡബിൾ ആയിട്ടുള്ള കോസ് ആണ് ഫുഡ് കണ്ടാമിനേഷനിലൂടെ ഹെപ്പറ്റൈറ്റിസ് A-E ഇൻഫെക്ഷൻ കാരണം വരുന്ന മഞ്ഞപ്പിത്തം. ഒരു പ്രഗ്നന്റ് ആയ ലേഡി ഫീവർ ആയിട്ട് OB വന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു 2 weeks മുന്നേ തന്നെ ഒരു ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്തം ബാധിച്ചൊരു ഏരിയയിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ സസ്പെഷൻ കൊണ്ട് തന്നെ നമ്മൾ ലിവർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അഡ്മിറ്റ് ചെയ്തവരെ ഏർലി സ്റ്റേജ് ആയതുകൊണ്ട് ട്രീറ്റ്മെന്റ് നല്ല റെസ്പോണ്ട് ചെയ്യുകയും അമ്മയും കുഞ്ഞിനെ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചു. ഈ ഹിസ്റ്ററി ഒന്നും അറിയില്ല, അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് അത് വരുന്നതെങ്കിൽ അമ്മയ്ക്ക് കുഞ്ഞിനും ഒരുപാട് കോംപ്ലിക്കേഷൻ ആവാൻ സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ഞാൻ OP വരുന്ന പേഷ്യൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്, തിളപ്പിച്ചായ വെള്ളം തന്നെ ഉപയോഗിക്കാൻ നോക്കുക. മാക്സിമം ഹോട്ടൽ ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക. ഫുഡ് കണ്ടാമിനേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഫംഗ്ഷൻസ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഹെപ്പറ്റൈറ്റിസ് A-E എന്ന് പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഫുഡ് കണ്ടാമിനേഷൻ കൂടെ വരുന്നതാണ്. അപ്പോൾ അതും മാക്സിമം നിങ്ങൾക്ക് തന്നെ അവോയ്ഡ് ചെയ്യാവുന്നതുമാണ്.